ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു റെസിപ്പി വീഡിയോ ആണ്, ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ റെഡിയാക്കുന്നത് ഇഫ്താറിന് വേണ്ടിയിട്ട്, നമ്മൾ കഴിക്കാനായിട്ട് ഇഫ്താറിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് റെഡിയാക്കുന്ന ഒരു ബീഫ് കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ബീഫ് എടുത്തിട്ടുണ്ട്, ഒരു 1/2 കിലോളം ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബീഫ് ബോൺസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ബീഫ് മാത്രം ഇട്ട് വെക്കുന്നതിനേക്കാളും ടേസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് ബോൺസും കൂടി ചേർക്കുമ്പോഴത്തേനും കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ബീഫ് ബോൺ കറി അല്ലെങ്കിൽ ബീഫ് എല്ലുകറി എന്നൊക്കെ പറയാം. അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം തന്നെ ബീഫ് വാഷ് ചെയ്തെടുത്ത് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത ഉടനെ തന്നെ ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് കൂടുതൽ നേരം മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ ഒരു 1.5-2 മണിക്കൂറിന് ശേഷം ഞാനിതാ കറി വെക്കാനായിട്ട് ആ ഒരു ടൈമായപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. പിന്നെ ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറച്ച് കൂടുതൽ ഗാർലിക്കും ആവശ്യത്തിന് ജിഞ്ചറും പിന്നെ ഒരു 5-6 പച്ചമുളകും. അപ്പോൾ നമുക്ക് ബീഫ് കറി മട്ടൻ കറിക്കൊക്കെ അത്യാവശ്യം ചിക്കൻ കറിയിലും അപേക്ഷിച്ച് നമുക്ക് മട്ടൻ കറിയിലും ബീഫ് കറിയിലൊക്കെ അത്യാവശ്യം എരിവുള്ളതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയ പച്ചമുളക് ഞാനൊരു 5-6 എണ്ണം ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് കുക്കറിൽ നമ്മൾ കോമൺ ആയിട്ട് ഇപ്പം കൂടുതലായിട്ടും മട്ടനും ബീഫ് കറിയൊക്കെ ആണെങ്കിൽ കുക്കറിലാണല്ലോ വെക്കുന്നത്. അപ്പോൾ ഞാൻ കുക്കറിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഏറ്റവും ആദ്യം ഒരു പിടി ഉലുവ ചേർത്തു. ഉലുവയൊക്കെ ഒന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ഒരുപാട് പേസ്റ്റായിട്ട് അരയണ്ട, ഒന്ന് ക്രഷ് ചെയ്തത് ചേർത്തു. അത് ആ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ മൂത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോഴത്തേനും നമ്മൾ ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ഒരു 2.5-3 സവോള എന്ന് പറയുമ്പോൾ തീരെ ചെറിയ സവോള ആയതുകൊണ്ടാണ് നമ്മൾ 2-2.5 സവോള ചേർക്കുന്നത്. അപ്പം ആവശ്യമുള്ളവർ ഒരു 1/2 kg ബീഫിലേക്ക് ഒരു വലിയ സവോളയൊക്കെ ചേർത്താൽ മതി. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ്. ഞാൻ എൻ്റെ ബീഫ് കറിയിൽ നിന്ന് അത്യാവശ്യം ഗ്രീൻ ചില്ലിയും അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഓവർ സ്പൈസി ആയി പോകാതിരിക്കാനും നമുക്ക് കുറച്ച് ഗ്രേവി കുറച്ചും കൂടി തിക്കായിട്ട് കിട്ടാനും ഗ്രേവി കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സവോളയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴലാനായിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ സവോള ഒന്ന് ഹാഫ് കുക്കായതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു 1/2 തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ തക്കാളിയും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കിടന്ന് വെന്തലിയട്ടെ. അപ്പോൾ തക്കാളിയും സവോളയും ഒക്കെ എത്രത്തോളം വഴണ്ട് വരുന്നോ അത്രത്തോളം നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കറി എന്ന് പറയുമ്പോഴത്തേനും വളരെ കോമൺ ആയിട്ടുള്ള ഒരു കറിയാണ്, ഒരു ബീഫ് എല്ല് കറിയാണ് അല്ലെങ്കിൽ ബീഫ് ബോൺ കറിയാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ബാച്ചിലേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആകും. കാര്യം വെച്ചാൽ നമ്മൾ കുക്ക് ചെയ്യാത്ത ആൾക്കാർ പോലും ഇഫ്താറിന് വേണ്ടിയിട്ട് നോമ്പിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് കുക്ക് ചെയ്യുന്ന ഒരു ടൈമാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക്, പിന്നെ ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനൊക്കെ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു ബീഫ് കറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ സവോളയൊക്കെ അത്യാവശ്യം ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം അതിലേക്കൊരു 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. അതുകൊണ്ട് തന്നെ മുളക് പൊടിയുടെ അളവ് കേട്ട് പേടിക്കണ്ട. കാശ്മീരി ചില്ലി പൗഡറും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പെരിഞ്ജീരകപ്പൊടിയും ഗരം മസാല പൊടിയും ഇട്ട് കൊടുത്തു. അതിനുശേഷം വീണ്ടും ഒരു 5-6 മിനിറ്റ് അതൊന്ന് വഴട്ടി. കാര്യം വെച്ചാൽ പൊടികളുടെ പച്ചമണവും കാര്യങ്ങളൊക്കെ മാറണമല്ലോ. അപ്പോൾ അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച നമ്മുടെ 1/2 kg ബീഫ് അതിലേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അത് കുറച്ച് നേരം ഒരു 5 മിനിറ്റ്സ് അതെല്ലാം കൂടെ കിടന്നു വഴണ്ടതിന് ശേഷം ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അടച്ചു വെക്കും. ഇനിയിപ്പോൾ നമുക്കൊരു ബീഫെന്ന് പറയുമ്പോൾ അത്യാവശ്യം വേവുണ്ട്. ഒരു 7-8 വിസിൽ കേൾക്കുന്നത് വരെ നമ്മൾ അടച്ചു വെച്ച് വേവിക്കും. അങ്ങനെ കുക്കറിൽ നിന്ന് ഞാൻ കഴിക്കാൻ പാകത്തിന് ഒരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നലത്തെ ഇഫ്താർ സ്പെഷ്യൽ ബീഫ് ബോൺ കറി അല്ലെങ്കിൽ ബീഫ് എല്ല് കറി എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ടാണ് ഞാൻ റെസിപ്പി ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാച്ചിലേഴ്സ് ആണെങ്കിലും തുടക്കക്കാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് മസ്റ്റായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഇത് ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ താങ്ക് യു.